ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ വരയ്ക്കുന്നത് ഒരാളിനെയാണ്, ഒരു ഫോറിനറിനെയാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. ഒരു പൂച്ചക്കണ്ണുള്ള ഒരു ഫോറിനറിനെ. പിന്നെ നമ്മളെന്നും സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് പ്രാക്ടീസ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഫസ്റ്റ് ഓർക്കേണ്ട കാര്യമാണ് ആ ഒരു വേർഡ് പ്രാക്ടീസ്. ഇന്ന് നമ്മൾ ഏത് സമയത്ത് പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ ഏത് സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും, അത് എത്ര നേരം സ്പെൻഡ് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ കൂടുതലും പറയുന്ന വേർഡുകൾ ഇംഗ്ലീഷ് വേർഡുകൾ, അത് കൂടുതൽ മോട്ടിവേഷൻ മാത്രമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാർ ഒരു സക്സസ്സിന് വേണ്ടി ഇല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. അവർക്കായിരിക്കും ഞാൻ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യണത്. കാരണം ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഞാനെപ്പോഴും അവരെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, അവരുടേതായ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ വഴി അവർ തന്നെ കണ്ടെത്തുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കാൻ എടുത്തൊരു വേർഡ് എൻജോയ് എന്നുള്ള വേർഡാണ്. നമ്മുടെ ലൈഫിൽ മുൻതൂക്കം കൊടുക്കേണ്ട ഒരു വേർഡാണ് എൻജോയ് എന്നുള്ളത്. നമ്മൾ വർക്ക് എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഉദാഹരണം എടുക്കണം. ഞാനിപ്പോൾ വരയ്ക്കണേണ്, പെയിൻറ്റ് ചെയ്യാനാണ്. അത് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വർക്കായിട്ട് മാറില്ല. എനിക്കത് ഒരിക്കലും വർക്കായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ അതിലൊരു വിനോദം, ഇല്ലെങ്കിൽ അതിലൊരു ഹാപ്പിനെസ്, ഇല്ലെങ്കിൽ എന്താ പറയുക, അതിലൊരു സംതൃപ്തി നമ്മൾ കണ്ടെത്തുക എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഒരിക്കലും നമുക്ക് തലവേദനയായിട്ട് വരില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ഈ എൻജോയ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബേസായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ചെടിയുണ്ട്, ആ ചെടിക്ക് വെള്ളം ഒഴിക്കുക, ഫിഷ് ടാങ്ക് മീനുണ്ട്, അതിന് തീറ്റയായിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ആ ഇത്തിരി ടൈമുള്ളൂ, വളരെ ചെറിയ സമയമാണ് അതിന് വേണ്ടി. നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിനെ ഒരിത്തിരി നോക്കുമ്പോൾ നമുക്കൊരിത്തിരി ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവും. അത് നമ്മൾക്കത് എപ്പോഴാണ് ഫീൽ ചെയ്യുക വെച്ചാൽ നമ്മളെപ്പോഴും എല്ലാ ദിവസവും അത് കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടം ഉണ്ടാവും, ഇല്ലെങ്കിൽ വിഷമം, ഇല്ലെങ്കിൽ എന്താ പറയുക, മോശം സമയം, ഇതെല്ലാം എനിക്ക് തോന്നുന്ന കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെവിടെയെങ്കിലുമൊക്കെ ചെറിയ എൻജോയ്മെൻറ്റ് കണ്ടെത്തുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനിപ്പോൾ വരയ്ക്കുന്നത് അതൊരു ഉദാഹരണമാണ്. ഞാനത് വരയ്ക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റായിട്ടല്ല ചെയ്യുന്നത്. എൻ്റെ കളർ മിക്സിങ് അതൊന്നും ഞാൻ പ്രോപ്പറായിട്ട് ആയി വരുന്നത്. പക്ഷേ ഞാനത് ചെയ്യുമ്പോൾ ഞാനത് പൂർണ്ണമായിട്ടും അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അത് ചെയ്യുമ്പോൾ എനിക്ക് അതിനോട് അത്രയും ഇൻട്രസ്റ്റ്, ഇല്ലെങ്കിൽ അതിൽ എൻജോയ്മെൻറ്റ് ഞാൻ കണ്ടെത്തുന്നതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. മേ ബി അതേപോലെ തന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും, ഒരു ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാൻ ഫോണിലെ റീൽസിൻ്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ അല്ലാതെ തന്നെ പുറത്തിറങ്ങി ഒന്ന് നടക്കുക, അതുകൂടാതെ ബൈക്ക് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഞാൻ മിക്ക ദിവസവും ബൈക്കെടുത്ത് കറങ്ങാറുണ്ട്. കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ലോങ്ങ് പോകാറുണ്ട്. അധികം ലോങ് അല്ല, ചെറിയ അടുത്ത് എവിടെയെങ്കിലും പരിചയമില്ലാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ കുറേ കാര്യങ്ങൾ കാണുകയാണ്. അതുകൂടാതെ പഴയ കുറേ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഒരു വിഷമേറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പേ നടന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അത് പതുക്കെ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറ്റി കുറച്ചും കൂടി കളർഫുൾ ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ കുറേ സിനിമകൾ, അതായത് വയലൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വയലൻസ് ആണല്ലോ ഇപ്പോൾ ക്ലിക്ക്. ഞാൻ പറഞ്ഞ കുറച്ച് കോമഡിയൊക്കെ നിറഞ്ഞ ഒരു
ഒരു മീഡിയം സൈസുള്ള ഫിലിംസ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആ കുറച്ച് കോമഡിയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ടെൻഷൻ ഒന്നും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പതുക്കെ മൂവ് ആവുമെന്നാണ് എനിക്ക് തോന്നിയേക്കണത്. ഞാൻ ഫിലിംസ് കുറേ കാണുന്നൊരു വ്യക്തിയാണ് ഉണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയേക്കണത്. പക്ഷെ അത് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നിയേക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കുറച്ച് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പിന്നെ നമ്മൾ 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാം. മേ ബി അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ റീഡിങ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഒന്ന് പുറത്തേക്ക് നടന്നു വരാം. ആ ഒരൊറ്റ സമയത്ത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ചെറിയൊരു ഇന്ന് എന്തൊക്കെ ചെയ്തെന്നുള്ള ഒരു ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര ഡീപ്പായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്താണ് ചെയ്യുന്നത് അത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് എൻജോയ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക, അത് അവരോടൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർ ജസ്റ്റ് നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു സങ്കടം പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിർത്തി ഇൻസൾട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടാവും. അത് എല്ലാവരും ഒരേ കാറ്റഗറി നമുക്ക് പെടുത്താൻ പറ്റില്ല. നമ്മുടെ സെലക്ഷൻ ഓഫ് ഫ്രണ്ട്സ് എപ്പോഴും ബെസ്റ്റ് ആയിരിക്കണം. നമുക്കെപ്പോഴും കൂടെ നിൽക്കുന്ന ഉറപ്പുള്ള ആൾക്കാരെ വേണം സെലക്ട് ചെയ്യാൻ. ഏത് കാര്യത്തിലും എൻജോയ്മെൻ്റ് എന്നുള്ള വാക്കുണ്ടെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ എന്താ പറയുക, ഒരു വയലൻസിൽ പോയാൽ പോലും അതിൽ ചില എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ഒരു ടൈം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഫുൾ ടൈം എൻജോയ്മെൻറ്റിലായിരിക്കില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഏജൊക്കെ എത്തുമ്പോൾ മനസ്സിലാവുള്ളൂ. നമ്മൾ എപ്പോഴും ഒരു റണ്ണിങ് ടൈം ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഓട്ടത്തിലായിരിക്കും എപ്പോഴും. നമ്മൾ ഒരു സമയം നമ്മൾ കണ്ടെത്താനോ അല്ലെങ്കിൽ എന്താ പറയുക എൻജോയ് ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് സമയം കണ്ടെത്താനുള്ളൊരു ടൈമിലല്ല ഇപ്പോൾ നമ്മൾ ഈ ഓടുന്നത്. പക്ഷേ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണതാണ് എൻജോയ്മെൻറ്റ്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ കുറേ ട്രാവൽ ചെയ്യുമ്പോൾ എൻജോയ്മെൻറ്റ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യണതാണ്. വരയ്ക്കുമ്പോൾ കുറച്ച് ഞാൻ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എൻജോയ്മെൻറ്റ്. എനിക്ക് സന്തോഷം കിട്ടണേ അത് ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ്, നമ്മൾ സ്വയമായിട്ട് കണ്ടെത്തുക എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു, നമ്മുടെ ഹെൽത്തിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ചില ആൾക്കാർ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ്, ഭയങ്കര സന്തോഷം ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ ചില സമയങ്ങൾ ഭയങ്കര നെഗറ്റീവ്, ഇല്ലെങ്കിൽ ചില സമയം ഭയങ്കര ഒരു എന്താ പറയുക ഒരു മോശമായ സമയം കടന്നു വരും. ആ സമയത്ത് എനിക്ക് തോന്നിയേക്കണത് എന്ന് വെച്ചാൽ ചെറിയ നമ്മൾ എൻജോയ്മെൻറ്റ് അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെടിക്ക് എന്തെങ്കിലും വെള്ളമൊഴിക്കുക, അതേപോലെ മീനിനെ എന്തെങ്കിലും ഇതാക്കുക, അല്ലെങ്കിൽ നമുക്കൊരു പെറ്റിന് വേണ്ടി കുറച്ച് സമയം അത് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇമ്പാക്റ്റ് കുറയുമെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോഴാണ് ഇതിന് കുറേ പ്രശ്നങ്ങൾ മുന്നിൽ വരുന്നത് 100% ഉറപ്പാണ്. ഞാനത് കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഏകദേശം എൻ്റെ ഒരു കണക്ക് പ്രകാരം 3-4 വർഷത്തോളം അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു 3-4 വർഷം പിടിക്കും എനിക്ക് തോന്നുന്നു. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഫ്ലോ ഓഫ് ഇൻകം നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ ആ ഒരു ടൈം വരെ ചില സമയം നമുക്ക് ഭയങ്കര ഒരു മോശം സമയം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാർഡ് വർക്ക് ചെയ്യണ സമയം എന്ന് പറയാം. ആ സമയത്ത് നമ്മൾ ഇടയ്ക്കൊരു ഒരു ദിവസത്തിൽ കുറച്ച് നേരമെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾക്ക് കുറേ കൂടി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ വേറെ ഒരു തരം എൻജോയ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു ടൈമിൽ അതിൽ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു മൈൻഡ് വരും നമുക്ക്, മൈൻഡ് സെറ്റ്. അതിൽ തന്നെ കുറേ
സാഡ് സോങ്സ് ഒക്കെ കേട്ട് നമ്മൾ അതിൽ തന്നെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു എൻജോയ്മെൻറ്റ് നമ്മുടെ ഉള്ളിൽ വരും. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും പോകരുത്. അത് കൂടുതൽ പോകുന്നതോറും നമ്മുടെ ഹെൽത്തിനെ നമ്മളെ ബാധിക്കുന്ന 100% ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും ബെസ്റ്റ് ഹീലിംഗ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നിട്ട് വേറൊരു സ്ഥലത്ത് നമ്മൾ അവിടെ പുതിയൊരു ഇതുണ്ടാക്കിയെടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ വേറൊരു കാരണം എന്തെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ് ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിന് വേണ്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ചില സമയം നമുക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഒരു എൻജോയ്മെൻറ്റാണ്. അത് ഓരോരുത്തർ ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പറയുക, അത് മെലഡി ആയിരിക്കാം അല്ലെങ്കിൽ റാപ്പായിരിക്കാം, അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരു നമുക്ക് സെൽഫായിട്ട് നമുക്കൊരു എൻജോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ചില ആൾക്കാർ എന്താ പറയുക, മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുന്നതൊക്കെ ഒരു എൻജോയ്മെൻറ്റ് പോലെ പറയും. ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും അത് എൻജോയ്മെൻ്റ് അല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം വെച്ചാൽ അത് നമ്മളെ ഒരു സർക്കിൾ ഉണ്ടാക്കുകയാണ്, നമ്മളൊരു വട്ടം ഉണ്ടാക്കി വട്ടം വരപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട് ശരിക്കും ചെയ്യണം. വേറെ ഒന്നിനും നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ നമ്മൾ അഡിക്ഷനായി പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരു കാരണവശാലും അതിൽ എൻജോയ്മെൻ്റ് എന്നുള്ള ഒരു വേർഡ് എനിക്ക് തോന്നിയിട്ടില്ല. പണ്ട് കാലം ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഡ്രോപ്പ് ചെയ്താണ്. നമ്മൾ അതുകൊണ്ടൊന്നും നേട്ടമില്ല എന്നുള്ള തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അത് പതുക്കെ കുറച്ച് കൊണ്ടുവരിക, അത് അവോയ്ഡ് ചെയ്ത് കളയുക എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ. പിന്നെ ചിലർ എനിക്ക് തോന്നിക്കണം ഈ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞ് എൻജോയ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കടന്നുപോയി. പിന്നീട് നമ്മളതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ പിന്നോട്ട് എന്തായാലും നടക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് എൻജോയ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ടച്ചപ്പും മൈൻഡിങ് ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് വെച്ചാൽ എൻജോയ്മെൻറ്റ് എന്നുള്ളത് ഇത് നമ്മൾ കണ്ടെത്തണമായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ നമ്മളെ തേടി വരും എന്ന് പറയുന്നത് അത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിൽ എൻജോയ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഒരു കാരണവശാലും നമുക്ക് മുടക്കാൻ പറ്റില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലൊക്കെ ഒരു ശരിയോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ എൻജോയ്മെൻറ്റ് അതിലുണ്ടെങ്കിൽ അത് കണ്ടെത്തി നമ്മളത് എപ്പോഴും അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലുമൊക്കെ പുതിയത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Okay, thanks for watching the video. Bye. Yes, hi. Thanks for watching the video. Have a nice day. ഇനി എനിക്ക് പറയാനുള്ളത് എൻജോയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻജോയ്മെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് മാത്രമേ അത് പറ്റുള്ളൂ. വേറെ ഒരാൾ നമ്മുടെ എൻജോയ്മെൻറ്റ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ അത് ഒരു റൈറ്റായിട്ടുള്ള ഒരു ആൻസറല്ല. നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെപ്പോഴും എൻജോയ്മെൻറ്റ് മൂഡായിരിക്കില്ല. സോ സ്റ്റേ ബ്ലെസ്ഡ്. വൈൻഡിങ് അപ്പ്. ബൈ.